യാത്ര തുടരുകയാണ്. ചുറ്റിനും നിറയുന്ന ഹരിത സമൃദ്ധി. ഇതൊരു കാട്ടുപാത. നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമെനിക്കൽ ദേവാലയത്തിലേക്കുള്ള പാതയാണ്. വനസമൃദ്ധിയുടെ കാട്ടുപാത. പച്ചപ്പിന്റെ വിശുദ്ധ രാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു. കാടിന്റെ നിഷ്കളങ്കമായ വന്യത നമ്മെ കാഴ്ചയുടെ വസന്തങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദിമമായ ഏതോ സ്മൃതിയുടെ പരാഗരേണുക്കൾ ഇടം പാർത്ത ഈ മണ്ണിൽ അനുഭവങ്ങളുടെ പുതുനാമ്പുകൾ വിരിയുന്നു. ഏകാന്തമായ ഈ സ്ഥലരാശിയിലെത്തുമ്പോൾ നാം ഒറ്റയാകുന്നില്ല. പ്രകൃതിയുടെ സ്നേഹമസൃണതകളിലൂടെ നമ്മൾ ജന്മത്തിൻ്റെ ഏകാന്തതയെ ഭേദിക്കുന്നു. മനസ്സ് ശാന്തവും സുന്ദരവുമായ ഒരു ധ്യാനത്തിൽ ആഴ്ന്നു പോകുന്നു. വീതി കുറഞ്ഞ ഒരു കാട്ടുപാതയാണ്. പത്തനംതിട്ട ജില്ലയിലെ നിലയ്ക്കൽ എന്ന സ്ഥലത്താണ് നാം ഇപ്പോൾ. പാതയോരങ്ങളിൽ നിറയെ പച്ചപ്പ്. വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഇലച്ചാർത്തുകളിൽ ഒരു മഴക്കാലത്തിൻ്റെ കുളിർമ. ഇലകളിൽ നിന്ന് ഇറ്റിവീഴുന്ന മഞ്ഞിൻ കണങ്ങളിൽ പ്രഭാത സൂര്യൻ്റെ ഹൃദയമിടിപ്പുണ്ട്. നനവുകൾ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മണ്ണിൻ്റെ കനിവുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഹൃദയവിശുദ്ധി വീണ്ടെടുക്കുന്നു. അതെ, പ്രകൃതിയുടെ തെളിമയിലൂടെയുള്ള യാത്ര ഒരു വീണ്ടെടുക്കലാണ്. അതൊരേ സമയം മലിനപ്പെടാത്ത മനസ്സിനെയും വികലമാക്കാത്ത വികാരങ്ങളെയും വീണ്ടെടുക്കുന്നു. ഒറ്റയടിപ്പാത പോലെ നീണ്ടുകിടക്കുന്ന ഈ കാട്ടുവഴി ഗൃഹാതുരമായ ഒരു അനുഭവമാകുന്നു. അതിൻ്റെ പ്രാചീനമായ ഗന്ധം ഏതൊരു തീർത്ഥാടകനെയും വിശുദ്ധനാക്കുന്നു. പാതയ്ക്കിരുവശവും സമൃദ്ധമായ വനപ്രദേശങ്ങളാണ്. സൂര്യപ്രകാശം പരന്നു തുടങ്ങുന്നതേയുള്ളൂ. കുളിർമയുണ്ട്. വനാന്തരങ്ങളിൽ നിന്ന് ഊളിയെത്തുന്ന കാറ്റിന് തണുപ്പും നനവുമുണ്ട്. ഒപ്പം പ്രകൃതിയുടെ ഗന്ധവും. ഇതൊരു ചെറിയ കവല. കടകൾ അടഞ്ഞു കിടക്കുന്നു. എല്ലാം ഉണർന്നു തുടങ്ങുന്നതേയുള്ളൂ. ആൾത്തിരക്കില്ല. സെന്റ് തോമസ് എക്യുമെനിക്കൽ ദേവാലയത്തിന്റെ ബോർഡ്, അതിന്റെ സൂചന പിന്തുടർന്ന് ഞങ്ങൾ യാത്ര തുടരുന്നു. വീണ്ടും കാട്ടുപാതയിലൂടെ. എന്തു മനോഹരമാണ് ഈ പ്രകൃതി! അതിനെ എല്ലാ വിശുദ്ധിയോടും കൂടി കാത്തുവയ്ക്കേണ്ടത് നമ്മുടെ ധാർമ്മികതയാണ്. മണ്ണിൻ്റെയും മനസ്സിൻ്റെയും പാരസ്പര്യം നഷ്ടമാകുന്നിടത്താണ് നാം മലിനപ്പെട്ടു പോകുന്നത്. ഇന്ന് നാം ദയാരഹിതമായി ഈ ഭൂമിയെ വേട്ടയാടുന്നു. മണ്ണും ജലവും അളന്നു വിൽക്കുവാനുള്ളത് മാത്രമാണെന്ന ചിന്ത ദുരന്തങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ചെറിയൊരു കാട്ടുചോല പാതയ്ക്ക് കുറുകെ ഒഴുകുന്നു. മഴക്കാലത്ത് നിറഞ്ഞ ചോലയിലൂടെ വേണം യാത്ര ചെയ്യുവാൻ. അത് ശ്രമകരമാണ്. ഇലച്ചാർത്തുകളിലൂടെ ഊർന്നെത്തുന്ന പ്രഭാതകിരണങ്ങൾ. ചാഞ്ഞു പെയ്യുന്ന മഴ പോലെ പ്രഭാതരശ്മികൾ. അതിനിടയിലൂടെ കാഴ്ചയിലേക്ക് ഒരു ഏറുമാടം തെളിഞ്ഞു വരുന്നു. മരച്ചിലുകൾക്കിടയിൽ ഒരു ഒറ്റമുറി വീട്. ഇരുളും വെളിച്ചവും ഇടകലർന്ന ഫ്രെയിമിൽ സ്വച്ഛമായ ഒരു താമസ സ്ഥലം. പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയെ അറിഞ്ഞ് പാർക്കുവാൻ ഒരിടം. ജീവിതത്തിൻ്റെ വിക്ഷോഭങ്ങളെയെല്ലാം ഒരു നിമിഷം മറന്ന് പ്രകൃതിയുടെ സ്വച്ഛതയിലേക്ക് മടങ്ങുവാൻ മനസ്സ് വെമ്പുന്നു. നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു. പാതയിൽ കരിയിലകൾ വീണു കിടക്കുന്നു.
ഇടുങ്ങിയ പാതയ്ക്കിരുവശവും ഇടതൂർന്ന മരങ്ങളാണ്. കയറ്റിറക്കങ്ങളും വളവുകളും ചേർന്നതാണ് ഈ പാത. അരിച്ചെത്തുന്ന പ്രഭാതകിരണങ്ങൾ. ഇവിടെ എപ്പോഴും ഒരു മഴയുടെ പ്രതീതിയുണ്ട്. അതിൻ്റെ തണുപ്പും അരണ്ട വെളിച്ചവും. ഇലച്ചാർത്തുകളിൽ അവിടെവിടായി വെളിച്ചം വീണുകിടക്കുന്നു. ഇരുളിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒരു സിംഫണി നമ്മുടെ കാഴ്ചയെ സമ്പന്നമാക്കുന്നു. കരിയിലുകൾ മൂടിയ ഈ കാട്ടുവഴി ഒരു പ്രാചീന സ്മൃതി പോലെ നീണ്ടുകിടക്കുന്നു. അതിൻ്റെ നിഗൂഢമായ സൗന്ദര്യം തീർത്ഥാടനത്തെ ഉന്മത്തമാക്കുന്നു. ഒരു പകൽ സ്വപ്നത്തിൻ്റെ ആലസ്യത്തിലേക്ക് മനസ്സ് തെന്നി വീഴുന്നു. കാട്ടുവഴി അവസാനിക്കുന്നിടത്താണ് വിശുദ്ധനായ തോമസ് ലീഹ സ്ഥാപിച്ച നിലയ്ക്കൽ ദേവാലയം. ഞങ്ങൾ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പൗരാണിക സ്മൃതികൾ ഇടം പാർത്ത ദേവാലയമുറ്റത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു.